വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 23 31 മുതൽ 34 വരെയുള്ള സൂക്തങ്ങളാണ്. പിന്നീട് അവർക്ക് ശേഷം, അതായത് നോഹയുടെ ജനതയ്ക്ക് ശേഷം മറ്റൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു. അവരിൽപ്പെട്ട ഒരാളെ അവർക്ക് ദൈവദൂതനായിട്ട് നാം നിയോഗിച്ചു. അദ്ദേഹം അവരെ ഉത്ബോധിപ്പിച്ചു, നിങ്ങൾ പ്രപഞ്ചസൃഷ്ടാവായ ദൈവത്തിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവവുമില്ല. നിങ്ങൾ അവനെ സൂക്ഷിച്ച് ഭയഭക്തി പുലർത്തി ജീവിക്കുന്നില്ലേ? നാം സുഖസമൃദ്ധി നൽകിയതിനാൽ ധിക്കാരികളും സത്യനിഷേധികളും പരലോക നിഷേധികളുമായ അന്നാട്ടിലെ പ്രമാണിമാർ പറഞ്ഞതിങ്ങനെയായിരുന്നു: ഇയാൾ നമ്മെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. നമ്മൾ ഭക്ഷിക്കുന്നത് ഭക്ഷിക്കുന്നു, നമ്മൾ കുടിക്കുന്നതൊക്കെ കുടിക്കുന്നു. അങ്ങനെയുള്ള കേവലം ഒരു സാധാരണ മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരാളെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മഹാനഷ്ടത്തിലായിരിക്കും. നോഹ പ്രവാചകൻ്റെ ജനതയുടെ ധിക്കാരവും ദൈവനിഷേധവും മൂലം ഒരു മഹാപ്രളയത്തിൽ അവർ ശിക്ഷിക്കപ്പെടുകയും ഒന്നടങ്കം നശിപ്പിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം വന്ന ചില ജനതകളുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ആദ്, സമൂദ് എന്നീ ജനവിഭാഗങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇവരിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ് ഹൂദ്, സാലിഹ് എന്നിവർ. പക്ഷേ ഇവരും നൂഹ് നബിയുടെ ജനതയെപ്പോലെ തന്നെ സത്യനിഷേധികളും ധിക്കാരികളുമായിരുന്നു. അവർ പ്രവാചകന്മാരെ അംഗീകരിക്കുവാനോ അവരുടെ പ്രബോധനം കേൾക്കുവാനോ പോലും തയ്യാറായില്ല. അവർ പറഞ്ഞു, ഈ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് വന്നവർ കേവലം നമ്മെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ്. ഇവരുടെ ഉപദേശം കേട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ സുഖലോലുപതയും ആർഭാട ജീവിതവുമൊക്കെ ഇല്ലാതാകും. അതായത് മദ്യവും മദിരാക്ഷിയും സ്വവർഗരതിയും ഒക്കെ നിഷേധിക്കപ്പെടും. അക്രമവും അനീതിയും അധാർമിക ജീവിതവുമൊക്കെ നിയമവിരുദ്ധമാകും. സ്വാതന്ത്ര്യം വിലക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മനുഷ്യനെ അനുസരിക്കരുത്, കീഴ്പ്പെട്ട് ജീവിക്കരുത്. ഇതായിരുന്നു അവിടുത്തെ ഭരണകൂടവും പ്രമാണിമാരും ഒക്കെ ജനങ്ങളെ ഉപദേശിച്ചത്. യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥ തന്നെയാണ് ഇക്കാലത്തും ഭരണകൂടവും നേതാക്കന്മാരുമൊക്കെ ജനങ്ങളോട് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെയും പ്രവാചകന്മാരുടെയൊക്കെ ഉപദേശങ്ങളും നിയമങ്ങളൊന്നും അനുസരിക്കാൻ പാടില്ല. അതൊക്കെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. ഞങ്ങളുണ്ടാക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകൾക്കനുസരിച്ചാണ് നീങ്ങിയാൽ മതി. എങ്കിൽ ഈ നാട്ടിൽ തേനും പാലും ഒഴുകും. ലിബറലിസവും ഫ്രീ സെക്സും ഒക്കെ ആസ്വദിക്കാം. ഇങ്ങനെ പോകുന്നു മതധാർമ്മിക മൂല്യങ്ങൾക്കെതിരിലുള്ള നിരീശ്വര യുക്തിവാദികളുടെയൊക്കെ വാദഗതികൾ.